കടക്കുകയാണ്. CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തോൽവി പരിശോധനകൾക്കിടയിൽ CPM വിലയിരുത്തത് പരമ്പരാഗതമായ വോട്ട് ബാങ്കിലുണ്ടായ വലിയ ചോർച്ചയാണ്. ഈ ചോർച്ച എങ്ങനെ സംഭവിച്ചു എന്നത് CPMനെ കുഴയ്ക്കുന്ന പ്രശ്നങ്ങളാണ്. പല കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈഴവ വോട്ട് ബാങ്കുകളിലുണ്ടായ ചോർച്ചയാണ്. ഈ കനത്ത തോൽവിക്ക് കാരണം ഇത്തരം ഒരു ചോർച്ച എന്നതാണ് പ്രധാനമായും CPMന്റെ വിലയിരുത്തൽ. പരമ്പരാഗത വോട്ടുകളുണ്ടായ ഈ നഷ്ടം എങ്ങനെ പരിഹരിക്കുമെന്ന ഗൗരവമായ ചർച്ചകളിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന CPM സംസ്ഥാന നേതൃയോഗങ്ങൾ ഉണ്ടായത്. പ്രാദേശിക തലത്തിൽ നടക്കുന്ന ചർച്ചകളിലും ഇന്നു മുതൽ സംഭവിക്കുന്നതും അതുതന്നെയാണ്. ഓരോ മണ്ഡലങ്ങളിലും ഉണ്ടായ വോട്ട് നഷ്ടം CPM നേതൃത്വം വിശദമായി വിലയിരുത്തിയിട്ടുണ്ട്. ദീർഘകാല അജണ്ടയിട്ട് സംഘപരിവാർ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഈഴവ വോട്ടുകൾ നഷ്ടമാക്കിയത് എന്നതാണ് CPMന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ തോൽവിക്ക് പ്രധാന കാരണമായി CPM വിലയിരുത്തുന്നതും ഇതുതന്നെയാണ്. എന്നാൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ CPM വോട്ട് ബാങ്കിലുണ്ടായ ഈ വോട്ട് ചോർച്ച എങ്ങനെ പരിശോധിക്കുന്നു എങ്ങനെ സംഭവിച്ചു എന്ന വിശദമായ ഒരു പരിശോധനയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആർ കിരൺ ബാബു ഉണ്ട്, ഒപ്പം വിവി അരുൺ, ശരണ്യ സ്നേഹജനമുണ്ട്. യെസ്, ആദ്യം വിവി അരുണിലേക്ക് വരുമ്പോൾ, അരുൺ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ തോൽവിയുടെ കാരണവും ഇനി അങ്ങോട്ടുള്ള തെറ്റുതിരുത്തൽ രേഖയുടെ അംഗീകാരവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് നടന്നത്. CPM സംസ്ഥാന സെക്രട്ടറി അക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഇന്ന് മുതൽ പ്രാദേശിക തലത്തിലുള്ള റിപ്പോർട്ടിംഗ് ആരംഭിക്കുകയാണ്. അത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കും. ആദ്യഘട്ടത്തിൽ ജില്ലകളിൽ നടക്കുന്ന ഈ ചർച്ചയിൽ നേരത്തെ നമ്മൾ വിലയിരുത്തിയ ഈഴവ വോട്ട് ബാങ്കുകളുണ്ടായ ചോർച്ച, ഒപ്പം തന്നെ അടിസ്ഥാന വർഗം CPMനെ കൈവിട്ടോ എന്ന പരാതി അല്ലെങ്കിൽ ആശങ്ക, ഈ വിഷയങ്ങളിലൊക്കെ ഗൗരവമായ ചർച്ച പ്രാദേശിക തലത്തിൽ നടക്കുമോ? നമ്മൾ അങ്ങനെ കരുതേണ്ടതുണ്ടോ? അങ്ങനെ തന്നെ കരുതണം. കാരണം ഈ സംസ്ഥാന സമിതിക്ക് നൽകാനായി എല്ലാ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. 20 പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളുടെയും റിപ്പോർട്ട് നേരിട്ട് പല മണ്ഡലം കമ്മിറ്റി ചെയർമാൻമാരും AK സെല്ലിലെത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കൈമാറിയിരുന്നു. ജില്ലാ കമ്മിറ്റികളുടെയും ജില്ലാ സെക്രട്ടേറിയറ്റുകളുടെ റിപ്പോർട്ടുകൾക്ക് ഉപരി അതിനു പുറമെയാണ് ഇത്തരം മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് വിവരങ്ങൾ റിപ്പോർട്ടായി CPM സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത്. അതുകൂടി വച്ചുകൊണ്ടാണ് അദ്ദേഹം സംസ്ഥാന സമിതിയിലും സെക്രട്ടറിയിലും അവതരിപ്പിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ അന്ന് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു വികാരം അവിടെ പങ്കെടുത്ത നേതാക്കൾ, അതായത് സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾക്കാകും മിക്കയിടത്തും ചുമതല, അത്തരം നേതാക്കൾ ചിലർ സംസ്ഥാന സമിതി അംഗങ്ങൾക്കുമായിരുന്നു. അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എവിടെയെങ്കിലും സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം അടക്കം ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ആറ്റിങ്ങൽ മണ്ഡലത്തിനകത്തും ഒരു കാര്യം നമ്മൾ കണ്ടത്, ആറ്റിങ്ങലിന്റെ ചുമതല ഉണ്ടായിരുന്ന ആനാവൂർ നാഗപ്പൻ, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി അംഗം, അദ്ദേഹം ഭരണവിരുദ്ധ വികാരം എന്നത് ആ റിപ്പോർട്ട് ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ രൂക്ഷമായ വിമർശനം അതിനെതിരെ ഉണ്ടായി. പല ഏരിയ സെക്രട്ടറിമാരും അടക്കമുള്ളവർ നിങ്ങൾ എത്ര ഒളിപ്പിച്ചാലും സംസ്ഥാന സമിതിയിൽ നിന്ന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തിരികെ വരുമ്പോൾ ഞങ്ങൾ ഇക്കാര്യം തുറന്നു പറയും, ഭരണവിരുദ്ധ വികാരം ഉണ്ട്, അതുതന്നെയാണ് ആറ്റിങ്ങൽ തോൽവിക്ക് കാരണമായത്. അങ്ങനെ പല മണ്ഡലങ്ങളിലും അത്തരം നിലപാടുള്ള താഴെത്തട്ടിലുള്ള നേതാക്കളുണ്ട്. അവർ സ്വാഭാവികമായും ഈ വിഷയങ്ങൾ ചർച്ച നടത്തും. പ്രത്യേകിച്ച് സംസ്ഥാന സമിതിയിൽ, സംസ്ഥാന സെക്രട്ടറിയിലുമൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഭരണത്തിന് പൊതുവിൽ എതിരെ വലിയ വികാരം ഉയരുമ്പോൾ സ്വാഭാവികമായും കീഴ്ഘടകങ്ങൾ വെറുതെ ഇരിക്കില്ല. അവിടെയാണ് ഈ ജനവികാരത്തിന്റെ യഥാർത്ഥ പൾസറിയാൻ കഴിയുന്നത്. താഴേക്ക് പോകുന്തോറുമാണ് അത് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും പിന്നെ താഴേക്ക് കൂടുതൽ പോകുമ്പോൾ ലോക്കൽ തലങ്ങൾ വരെ എത്തുമ്പോൾ യഥാർത്ഥ ജനവികാരം അറിഞ്ഞ നേതാക്കൾ അവിടെയാണുള്ളത്. അവിടെ രൂക്ഷമായ ചർച്ച. പക്ഷേ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും നടന്നതിന്റെ എത്രയോ ഇരട്ടി വിമർശനം മുഖ്യമന്ത്രിക്കും ഭരണത്തിനും പാർട്ടി നേതൃത്വത്തിനും വരെ ഉയരുമെന്ന ഉറപ്പാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി കണ്ണൂരിലാണ് ശ്രദ്ധിക്കേണ്ടത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ചേരുന്നു. വയനാട് അടക്കമുള്ള ജില്ലകളിലും ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ട്. കണ്ണൂരിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ എതിർപ്പ് ഉണ്ട് എന്നാണ് പൊതുവിൽ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലും ശക്തമായ വിമർശനം നേതൃത്വത്തിനെതിരെ, ഭരണ നേതൃത്വത്തിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ ഉയർന്നു വരും. അവിടങ്ങളിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുമ്പോൾ സ്വാഭാവികമായി അതുകൂടി പരിഗണിച്ചാകും CPM തെറ്റുതിരുത്തൽ രേഖയിലേക്കും അതുപോലെ തന്നെ സർക്കാരിന് മുൻഗണനാ ക്രമം നിശ്ചയിക്കുമ്പോൾ അതിന്റെ മുൻഗണനയിലേക്ക് കാര്യങ്ങൾ പോവുക. കീഴ്ഘടകങ്ങളിൽ അതിശക്തമായ വിമർശനം CPM നേതൃത്വം പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി കണ്ണൂരിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുമൊക്കെ മറ്റ് ജില്ലകളിലും പങ്കെടുക്കും. നാളെ മുതൽ ജില്ലാ കമ്മിറ്റികൾ ചേരുന്നുണ്ട്. അതിനുശേഷം മേഖലാ യോഗങ്ങൾ, അതായത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വരെ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 4 മേഖലകളിലായി തെക്കൻ മേഖല, അത് കൊല്ലത്താണ് യോഗം ചേരുന്നത്, അത്തരത്തിൽ മേഖലാ യോഗങ്ങൾ ചേരും. അവിടെയും ഇത്തരം വിമർശനങ്ങൾ, രൂക്ഷമായ ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ നടക്കുമെന്ന് ഉറപ്പാണ്. അതിനുശേഷം ലോക്കൽ തലങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങളെ, പാർട്ടി അനുഭാവികൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട്
പ്രത്യേക യോഗങ്ങൾ വിളിക്കാൻ തീരുമാനമുണ്ട്. ആ രീതിയിൽ കീഴ്ഘടകങ്ങൾ ബ്രാഞ്ച് തലം വരെ പോയുള്ള ചർച്ചകളാണ് CPM ലക്ഷ്യമിടുന്നത്. അവിടെ നിന്നാണ് തിരുത്തൽ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെല്ലാം ക്രോഡീകരിച്ചാകും തിരുത്തൽ രേഖയും അതുപോലെ സർക്കാരിന്റെ മുൻഗണനയും CPM നിശ്ചയിക്കുക. ഏതായാലും സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് എത്ര രൂക്ഷമായ പ്രതികരണം ഉയർന്ന സാഹചര്യത്തിൽ കീഴ്ഘടകങ്ങളിൽ അതിലും വലിയ പ്രതികരണം തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. യെസ്, അരുൺ എന്തായാലും